ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുജൂദ് കൊണ്ട് എത്ര വലിയ ഗംഭീരമായ പ്രയാസങ്ങൾ അള്ളാന്റെ മുന്നിൽ അങ്ങോട്ട് ഇറക്കി വെക്കാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആ പാത്രം ഇങ്ങനെ ചെരിച്ച് കമഴ്ത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ അവിടെ കൊട്ടി വീഴാ അല്ലേ? ഒരു ബൗളിൽ കുറച്ച് നെല്ലിക്ക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് കടല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് ചെരിച്ചു പിടിച്ചാ താഴെ വീഴാണ്. അതിന്റെ സ്വാഭാവികത. മനുഷ്യന്റെ കൽബ് ചെരിച്ചു പിടിക്കാണ് അള്ളാന്റെ മുന്നിൽ, എല്ലാം ഇറക്കി വെക്കാണ്. അത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമല്ല, ചിന്തിച്ചാൽ ആ ശരീരത്തിന്റെ ശൈലി പോലും അങ്ങനെയാണ്. സുജൂദ് ചെയ്യുന്ന മനുഷ്യൻ അവിടെ താഴേക്ക് കൊട്ടിയിടാനല്ല, അള്ളാന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ അത് അവതരിപ്പിക്കണം. അള്ളാഹുവിന് എന്ത് ഇഷ്ടമാണെന്ന് അറിയണം. സുജൂദ് ഒരു ആസ്വാദന. സുജൂദ് ഹബീബായ നബിയുടെ ജീവിതത്തിന്റെ ആസ്വാദനമായിരുന്നു, സ്വഹാബികളുടെ ആസ്വാദനമായിരുന്നു. സങ്കടം വരുമ്പോൾ സുജൂദ് വർദ്ധിക്കാനുള്ള പരിപാടി, അതായത് നിസ്കാരം കൂട്ടും. സുജൂദിലാണ് കിടന്നിട്ടാണ്ട് ചൊല്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അങ്ങോട്ട് ചൊല്ലാ. മനസ്സിൽ അത് വല്ലാത്തൊരു ആശ്വാസം നൽകുന്നത്. അങ്ങനെ ചൊല്ല ഒരു 11 വട്ടം ചൊല്ലാ, പിന്നെയും അത് കഴിഞ്ഞ് പിന്നെയും നിസ്കരിക്കാം. അങ്ങനെ കുറെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന്റെ പ്രയാസവും നീറ്റലും പുകച്ചിലൊക്കെ പോകും. ഹബീബായ നബിതങ്ങൾ സുജൂദിനെ വല്ലാതെ ആസ്വദിച്ചു. ആ ജീവിതത്തിൽ സ്വഹാബികൾ ആസ്വദിച്ചു. അത് സംബന്ധമായിട്ട് ഹദീസിലൊക്കെ എത്രയാ ഉള്ളത്? സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ബാബുമാ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അദൽ മുശ്രിക്കീന വൽ മുനാഫിഖീൻ. കപട വിശ്വാസികളും മുശ്രിക്കീങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ശല്യം ചെയ്തിട്ടുണ്ട്, ഇടങ്ങേറാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുന്ന അധ്യായം സ്വഹീഹ് മുസ്ലിമിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കാണാം. ആ അധ്യായത്തിൽ ഒരു വലിയ വിശ്വപ്രശസ്തമായ ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസിൽ മുത്തുനബി നിൽക്കുന്ന ഏത് സ്റ്റേജിലാണെന്നുള്ളതും ഉണ്ട്. സുജൂദിലാണ്, നമ്മുടെ ചർച്ച അതാണ്. ആ ഇടങ്ങേറ് അനുഭവിക്കുമ്പോൾ മുത്തുനബി അതിൽ ആസ്വാദനം, അള്ളാഹുവിന്റെ തൃപ്തി എന്ന ആസ്വാദനത്തിലായതുകൊണ്ട് ആ ഇടങ്ങേറ് നബി തങ്ങൾ അറിയുന്നില്ല. ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കാം. എന്തായാലും സുജൂദിന്റെ ആസ്വാദനം മുത്തുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായതിനെ കുറിച്ച് പറയുമ്പോ പഠിക്കുമ്പോ ഈ ഹദീസ് കാണാതെ പോകാൻ പറ്റൂല. ഇത് പറഞ്ഞേ പറ്റൂ. സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടോളൂ. മഹാനായ ഇബ്നു മസ്ഊദ് എന്ന കൊച്ചുമോൻ, ചെറിയ സ്വഹാബിയാണ്. ഈ സംഭവം നടക്കുമ്പോൾ മഹാനവറുകൾ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടി. മഹാനവറുകൾ പറയാൻ, ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുന്നു, കഅബയുടെ മുറ്റത്ത് നിസ്കരിക്കുന്നു, ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസം. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഇൻദൽ ബൈത്തി. അള്ളാഹുവിന്റെ ഹബീബ് കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്നു. അബൂജഹലിൻ വ സുഹാബുഹു ജുലൂസ്. അവിടെ തൊട്ടപ്പുറത്ത് അബൂജഹലും അയാളുടെ ആളുകളും ഇരിക്കുന്നുണ്ട്. അപ്പോഴുണ്ട് വഖദ് നുഹിറത് ജസൂറും ബിൽ അംസി. ഒരു കുറച്ചു ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം ആ പരിസരത്ത് ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസമൊക്കെ വിതരണം ചെയ്യപ്പെട്ട എല്ലാവരും കൊണ്ട് ഇപ്പോൾ അവിടെ അതിന്റെ ഉപേക്ഷിച്ചു പോയ കുടലും അതിന്റെ പണ്ടം എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, അതിന്റെ വയറ്, കുടലും വയറൊക്കെ കിടക്കുന്നുണ്ട്. പണ്ടം എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്നും പറയാറുണ്ട് ചിലയിടങ്ങളിൽ. അതല്ല, പണ്ടവും കുടലും എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ കഅബയുടെ മുറ്റത്ത് ഇപ്പോൾ സുജൂദ് ചെയ്യുന്നു. അബൂജഹലും പാർട്ടിയും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിത് ദൂരെ നിന്ന് കാണാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുജൂദിന്റെ ഏകാഗ്രതയും ആസ്വാദനവും കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, അയ്യുക്കും യഖൂമു ഇലാ സലാ ജസൂർ ഇലാ സലാ ജസൂരി ബനി ഫുലാൻ. ഇന്നലെ അവിടെ അറുത്ത് മാംസമൊക്കെ വിതരണം കഴിഞ്ഞ ശേഷം അവശിഷ്ടമായി ഉപേക്ഷിച്ചു പോയ ആ ചീച്ചിലും നാറ്റവും ഒക്കെ ഉള്ള ഒട്ടകത്തിന്റെ കുടൽമാലയും അതിനോടനുബന്ധമായ വസ്തുക്കളും ആരാണ് ഇവിടേക്ക് എടുത്തു കൊണ്ടുവരാം? അങ്ങനെ എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറയുമ്പോൾ നബി എന്ന് പറയില്ല, നമുക്കത് പറയാതെ പറയാനും കഴിയില്ല. പുന്നാര നബി തങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആ പിരടിയുടെ മുകളിൽ ഇതാരാണ് ചാർത്ത? ആർക്കതിന് കഴിയാ എന്ന് ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ സുജൂദിൽ പോകുമ്പോൾ ചാർത്ത. അതാണ് വിഷയം. എന്തിനാണ് സുജൂദിൽ പോകുമ്പോൾ ചാർത്തിയുള്ള നേട്ടം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെപ്പറ്റി അറിയാം. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ സ്വാഭാവികമായ ഭാരങ്ങൾ താഴെ വെച്ച് ശിരസിന്റെ സ്വാഭാവിക ഭാരം നെറ്റിയിൽ വന്ന് ശരീരത്തിൽ ഏറ്റവും ദുർബലമായ ഭാഗമാണ് കഴുത്ത്. ആ പെരടിയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇത്രയും ഭാരമുള്ള, ഇത്രയും മാസ് ഭാരമുള്ള ഒരു സാധനം കൊണ്ടുവന്ന് വെച്ച
അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ശരീരത്തിനോട് ചുറ്റിപ്പിടിച്ച് കിടന്ന കഴുത്തങ്ങോട് ഒടിയും, അതോടുകൂടെ മരണം സംഭവിക്കുക. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. റസൂലുള്ളാഹിനെ കൊല്ലാൻ ഉദ്ദേശിച്ച സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കഴുത്തിൽ ചാർത്താം അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ ആരാണ് കൊണ്ടുവരാൻ തയ്യാറുള്ളതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ആ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ, ഈ പണി ചെയ്യാൻ പോണവൻ എന്തായാലും വൃത്തികെട്ടവനായിരിക്കുമല്ലോ. അബൂജഹൽ ചെയ്യാത്ത പണി അപ്പൊ ചെയ്യാൻ പോണത്, അബൂജഹൽ പറഞ്ഞതിന്റെ പേരിലാണെങ്കിലും. ആ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ എഴുന്നേറ്റ് അവൻ പോയി എടുത്തുകൊണ്ടുവന്നു. ഫലമ്മാ സജദ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സുജൂദ് ചെയ്തപ്പോൾ വദഅഹു ബൈന കതിഫൈഹി, രണ്ട് ചുമലിന്റെ ഇടയിൽ വെച്ചു. അപ്പൊ അതങ്ങനെ ഊർന്ന് അങ്ങോട്ട് പോയി കഴുത്തിൽ ഉടഞ്ഞു കിടക്കും. അങ്ങനെ ഉടക്ക് വീണ് കിടക്കും, കഴുത്ത് ഒടിച്ച് കിടക്കും. അങ്ങനെ കിടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി. അതങ്ങനെ ഇട്ടു. അള്ളാന്റെ ഹബീബ് അറിഞ്ഞിട്ടില്ല കേട്ടോ സുജൂദില്ല സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം നബവി ശറഹ് മുസ്ലിമിൽ. ആ സമയത്ത് അവിടെ കൂടിയവർക്ക് ഒരാശ്ചര്യം. അബൂജഹൽ പറഞ്ഞു, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ചിരിക്കൂ. അങ്ങനെ പറഞ്ഞു, എല്ലാവരും ഒന്ന് ചിരിക്ക്, എല്ലാവരും ഒന്ന് ചിരിച്ചോളിയും. അതിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി ചിരിക്കുമ്പോൾ ആടാൻ തുടങ്ങിയവര് ചിലരുടെ ചുമലിലേക്ക് ചുമലുകൊണ്ട് ഇടിക്കുകയും അങ്ങനെ ആടി ആടി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. മഹാനായ ഇബ്നു മസ്ഊദ് പറയാ, വാന ഖായിമുൻ അൻദുറു, എനിക്ക് കഴിയില്ലല്ലോ, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. ഞാനിത് കണ്ടുകൊണ്ടെന്നു ലൗ കാനത്ലി മനഅത്തുൻ തറഹ്തുഹു അൻ ലഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് പ്രതിരോധിക്കാൻ പ്രാപ്തിയുണ്ടായിരുന്നുവെങ്കിൽ ആ ശറഫാക്കപ്പെട്ട ചുമലിൽ നിന്നും ഞാൻ അതെടുത്ത് മാറ്റുമായിരുന്നു. എനിക്ക് കഴിഞ്ഞില്ല. എത്ര മനോഹരമായി ആ ത്യാഗത്തെക്കുറിച്ച് വള്ളത്തോൾ അദ്ദേഹത്തിന്റെ പാംസുസ്നാനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും പാംസുൽക്കരം പറ്റിയ ശുദ്ധിമാനപ്പാർത്തങ്ങൂത്തമ്മാടികൾ കുക്കിയാർത്തു. അയ്യയ്യ മൺകൊണ്ട് അഭിഷിക്തനായി കഴിഞ്ഞുവല്ലോ മതസാർവഭൗമൻ. മുഴക്കുവിൻ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം. തിരുമേനി നീണാൾ അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ നമുക്കു ഭാഗ്യം. പാംസസ്നാനം വെള്ളത്തോളം മനോഹരമായി ചരിത്രത്തെ പറയുന്നുണ്ട്. ഇബ്നു മസ്ഊദ് പറയാ, പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത്ര ഭാരമുള്ളതിനെ എടുത്തു മാറ്റാനുള്ള പ്രാപ്തി എനിക്ക് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പുന്നാര നബിയുടെ ചുമലിൽ നിന്നും ഞാൻ അത് എടുത്തു മാറ്റുമായിരുന്നു. എനിക്കത് കഴിഞ്ഞില്ല. അപ്പോഴുണ്ടേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുന്നമായി തല ഉയർത്തിയിട്ടില്ലട്ടോ, തല ഉയർത്തിയിട്ടില്ല. ഹത്തൻ തലഖ ഇൻസാൻ, അപ്പോഴുണ്ട് അതിലൂടെ ഏതോ ഒരാൾ നടന്നു പോയി. അയാളാവട്ടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് കഅബയുടെ മുറ്റത്ത് പ്രിയപ്പെട്ട പിതാവിനെ സുജൂദിൽ വെച്ച് ശിരസ് മുഴുവൻ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുടെ ഭാരം കയറ്റി വെച്ചിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോ ഫജാഅത്ത് വഹിയ ജുവൈരിയ, മഹ്ദിയായ ഫാത്തിമ ബീവി എന്നെക്കാളും വലിപ്പവും പ്രായവുമുണ്ട്. മഹ്ദിയവറുകൾ ഒരു പെൺകുട്ടിയാണ്. മഹ്ദിയവറുകൾ ആരോഗ്യപരമായി എന്നെക്കാൾ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. മഹ്ദിയവറുകൾ ഓടി വരികയാ. അതോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളല്ലേ, ധൈര്യം കൂടുതലല്ലേ. ഫതറഹതുഹു അൻഹു, അതെടുത്ത് മാറ്റി. സുമ്മ അഖ്ബലതു അലൈഹിം പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് അവിടെ കൂടിയ ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ മുഖത്ത് നോക്കി കണ്ണിമ വെട്ടാതെ ശബ്ദമിടറാതെ ഷകാരത്തിന്റെയും അതുപോലെ തന്നെ ശാസനകളുടെയും ഭീഷണിയുടെയും വർത്താനം പറഞ്ഞ് കുഞ്ഞുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ തന്റെ ഇടം കാണിച്ചിട്ട് അങ്ങോട്ട് പോയി. മഹ്ദിയവറുകൾ പോയി. അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞു. ഫലമ്മാ ഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു റഫഅ സൗതഹു, അള്ളാഹിന്റെ ഹബീബിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ സംഗതി മനസ്സിലായി. ഉറക്കങ്ങോട്ട് ദുആരക്കാൻ തുടങ്ങി. സുമ്മ ദഅ അലൈഹിം, ഇത് ചെയ്തവർക്കെതിരെ ദുആരക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് ദുആരക്കുമ്പോൾ ഒരു കാര്യം നടന്നു കാണേണ്ട കാര്യമാണ് ഈ 3 വട്ടം ദുആരക്കും.
അങ്ങനെ അവിടുന്ന് ദുആരക്കലുണ്ട്. മൂന്ന് വട്ടം ദുആരക്കലുണ്ട്. അല്ലാഹുവോട് ചോദിക്കുമ്പോ 3 വട്ടമാ റസൂലുള്ളാഹി ചോദിക്കാ. പിന്നങ്ങ് പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, 3 വട്ടം ഖുറൈശികളെ നീ കൈകാര്യം ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞു. ഫലമ്മാ സമിഉ സൗതഹു ദഹബ അൻഹുമുൽ ലഹ്കു, റസൂലുള്ളാഹിയുടെ ഈ ദുആ കേട്ടപ്പോൾ അവർ ഭയന്നു പോയി, അവരുടെ ചിരി മങ്ങിപ്പോയി, നിലച്ചുപോയി. വഖാഫു ദഅവതഹു, ഹബീബായ നബിയുടെ ദുആഇനെ അവർക്ക് പേടിയായിരുന്നു. എന്തിനാ പറഞ്ഞത്? സുജൂദ് ആസ്വദിച്ചതുകൊണ്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ആ ശിരസിൽ വന്ന് വീണത് അള്ളാഹുവിന്റെ ഹബീബ് അറിയാതെ പോയി. ഇമാം നവവി ഈ സംഭവം എടുത്തു വെച്ചുകൊണ്ട് വലിയ ഒരു കർമ്മശാസ്ത്ര മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരത്തിന് ഒരു കുഴപ്പവും ഇല്ല. കാരണം ഇമാം മാലിക്കിന്റെ കാഴ്ചപ്പാടിൽ ആ ചാർത്തപ്പെട്ടിരിക്കുന്ന സാധനം നജസ് അല്ല. ഇറച്ചി തിന്നൽ അനുവദനീയമായിട്ടുള്ള മൃഗത്തിന്റെ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ നജസ് അല്ല എന്ന ഒരു കാഴ്ചപ്പാട് മാലിക്കി മദ്ഹബിലുണ്ട്. അതുകൊണ്ട് മാലിക്കി മദ്ഹബിൽ ആ നിസ്കാരത്തിൽ കുഴപ്പമില്ല എന്ന് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ ചർച്ചയായി കൊണ്ടുവരുന്നുണ്ട്. അബൂ ഹനീഫ ഇമാമിന്റെയും ഇമാമിന് ശാഫിഈ റളിയല്ലാഹു അൻഹുമാ അവരുടെയൊക്കെ നിലപാടനുസരിച്ച് ഈ നിസ്കാരം ഫർളായിരുന്നുവെങ്കിൽ മടക്കേണ്ടതുണ്ട്. ഇത് ഏത് നിസ്കാരാണെന്ന് അറിയില്ല. ഏതായാലും നിസ്കാരം ബാത്തിലാണ്. കാരണം ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നജസാണ് ഈ 2 മദ്ഹബിലും. അങ്ങനെ വരുമ്പോൾ നജസ് എന്നത് നിസ്കാരത്തോട് സുജൂദിനോട് ബന്ധപ്പെടുമ്പോ ഷർത്ത് ഇടർച്ച വരികയാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ സുജൂദിന്റെയും ഷർത്താണ്. അങ്ങനെ വരുമ്പോ ഉദൂലാതെ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ഈ നിസ്കാരം മടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ നിസ്കാരം ഹബീബായ നബി തങ്ങൾക്ക് ശരിയായിട്ടില്ല. ഇത് അവിടുന്ന് പിന്നീട് മടക്കി നിസ്കരിച്ചോ ഇല്ലയോ എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ഇത് മടക്കി നിസ്കരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയും ചർച്ച വരുന്നുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഏതായാലും അല്ലാഹു അഅലം, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി വലിയൊരു ഫിഖ്ഹിന്റെ ചർച്ച കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും മലയാളത്തിന്റെ അനുഗ്രഹീതനായ ചരിത്ര കവി മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ മനോഹരമായ കവിത വരികളിൽ പാംസുസ്നാനത്തിൽ ഇത് വളരെ കൃത്യമായി വർണ്ണിക്കുമ്പോഴും ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ആധികാരികതയിൽ, ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പ്രശസ്തിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുജൂദിന്റെ ആസ്വാദനത്തെയും കൂടി നമ്മൾ കാണാതെ പോവരുത്. എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇനിയോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുജൂദ് ആസ്വദിച്ച മറ്റൊരു സന്ദർഭമാണ്. ഇതുപോലെ തന്നെ കഅബയുടെ മുറ്റത്ത് സുജൂദിലാണ്. ഇപ്പൊ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തി എന്ന പോലെ ഒരു ദിവസം മണ്ണിട്ട് മൂടി. സുജൂദി കിടക്കാണ്, മണ്ണിട്ട് മൂടി, അറിയുന്നില്ല. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ അവിടെ നിസ്കാരത്തിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ഫുഖഹാ ഉണ്ട്. അതല്ല, നിസ്കാരം ശരിയാണോ അല്ലയോ എന്നുള്ള ചർച്ച അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. പിന്നെ പറഞ്ഞു മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. സുജൂദിൽ കിടക്കാൻ കഅബയുടെ മുറ്റത്ത് തന്നെയാണ്. അപ്പോഴും ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് ഇടപെടുന്നത്. മണ്ണിട്ട് മൂടി, വല്ലാത്തൊരു മൂടല്, ശ്വാസം മുട്ടി അങ്ങോട്ട് മരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ മണ്ണിട്ട് മൂടി. മനോഹരമായ വരികൾ വെള്ളത്തോൾ. ഈ ധൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാഭമങ്ങാതയ ഭംഗസത്വൻ, മണ്ണിൽ കുളിച്ചോര് ഗജം കണക്കെ, മണ്ണിൽ കുളിച്ചോര് ഗജം കണക്കെ മന്നം നടന്ന ആത്മഗ്രഹത്തിലെത്തി. ആ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരു ആനക്കുട്ടി മണ്ണിൽ കുളിച്ച് ശരീരം മുഴുവൻ പൊടി പുരണ്ട പോലെ വീട്ടിലേക്ക് വരുന്നത്. അമൂർത്തപാദം പൊടിപൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താതാൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി പകർന്ന കുംഭോദകമോടുകൂടി താതന്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടു കണ്ണീരും. ഫാത്തിമ ബീവി ആ തലമുടിയുടെ ഇടയിലേക്ക് വിരൽ കടത്തി കുടഞ്ഞു കുടഞ്ഞ് മണ്ണ് കളഞ്ഞിട്ട് കുളിപ്പിക്കാൻ ശ്രമിക്കുകയാ. ഉപ്പാനെ കുളിപ്പിക്കാൻ തണുത്ത വെള്ളം തലയിൽ ഒഴിക്കാൻ വേണ്ടി പൊന്നുമോളുടെ കൊച്ചു കയ്യിൽ ആ കുടമിങ്ങനെ തുളുമ്പി തുളുമ്പി നിൽക്കുമ്പോ
തണുത്ത വെള്ളത്തിന്റെ നീരുകൊണ്ട് തല നനയുന്നതിന് മുന്നേ ഫാത്തിമയുടെ അശ്രുക്കൾ കണ്ണുനീരിന്റെ ചൂടുകൊണ്ട് ആ തലയെ കഴുകാൻ ശ്രമിച്ച പൊന്നുമോളെ, നീ കരയല്ലേ കരയല്ലേ കരയല്ലേ. മാലാർന്ന് കേഴും മകളത്തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ല അല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ, കരയല്ല മോളെ എന്ന് പറഞ്ഞ് അല്ലാഹു ഉപ്പാന പാഴാക്കൂല, അല്ലാഹു നിന്റെ ഉപ്പാന വെറുതെ ആക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് ആസ്വദിച്ച സുജൂദാണ് മുഅ്മിനേ ഇത്. ഹബീബായ നബി തങ്ങൾ സുജൂദ് ആസ്വദിച്ചിരുന്നു. പിന്നെ കാണാം പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗങ്ങളിൽ ആയത്തുണ്ടല്ലോ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലോ ഫഹിയ ഇലൽ അദ്ഖാൻ ഫഹും മുഖ്മഹൂൻ. സൂറത്ത് യാസീനിന്റെ ആദ്യ ഭാഗമാണല്ലോ ഇത്. ഈ ആയത്തിൽ പറയുന്നത് നിഷേധിയുടെ പിരടിയിലേക്ക് കഴുത്തിലേക്ക് കയ്യിങ്ങനെ വെച്ചിട്ടാ വലങ്ങ് വെക്കാ, അങ്ങനെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയ. ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്ന ഈ ആയത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാ അങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ വിലങ്ങ് വെക്കും എന്ന് പറഞ്ഞതിനെ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് സംഭവത്തോടെന്നറിയുമോ? അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ പറയാണ്, അങ്ങനൊരു സംഭവം ഉണ്ടാവാൻ കാരണമുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ രണ്ടും കൂടാതെ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുടെ കഥ കൂടാതെ, മഹാനായ ഹബീബായ നബി തങ്ങൾ മൺകൂനയുടെ അകത്ത് പോയ കഥയും കൂടാതെ മൂന്നാമതൊരു കഥയുണ്ട്. പുന്നാര നബി തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് നിസ്കരിക്കുന്ന പതിവിലുണ്ടല്ലോ. അബൂജഹൽ അവിടെയുണ്ട്, അബൂജഹൽ അവിടെയുണ്ട്, അതുപോലെ തന്നെ വലീദ് ഇബ്നു മുഗീറയുണ്ട്, മറ്റു പലരും പ്രമുഖരുമുണ്ട്. സുജൂദിലേക്ക് ശിരസ് വെച്ചുകൊണ്ട് ആസ്വദിക്കുന്ന മുത്തുനബിയോട് കുശുമ്പ് കുത്തിയപ്പോൾ ആ ശിരസിലേക്ക് ഒരു വലിയ പാറക്കല്ലിട്ടുകൊണ്ട് അവിടുത്തെ തല പൊട്ടിക്കണമെന്ന്, അങ്ങനെ കൊന്നുകളയണമെന്ന് അബൂജഹൽ വ്യാമോഹിച്ചു. അയാൾ തീരുമാനിച്ചു. അയാൾ സത്യം ചെയ്തു കഅബയുടെ മുന്നിൽ വെച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എങ്ങാനും ഇഞ്ഞി നിസ്കരിക്കാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കല്ലുകൊണ്ട് തല പൊട്ടന്നെ ചെയ്യും, വലിയൊരു കല്ലുകൊണ്ട് തല ചതയ്ക്കും. അങ്ങനെ അയാള് ഫലമാ റആഹു റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കണ്ടപ്പോ അയാൾ പോയിട്ട് വലിയൊരു കല്ല് വലിയൊരു കല്ലെടുത്തുകൊണ്ട് വന്നു. അബൂജഹൽ വലിയൊരു മല്ലനാണ്. അയാൾ ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് വന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ അയാൾ എറിയാൻ വേണ്ടിയിട്ട് ഈ കല്ലെടുത്ത് ഇങ്ങനെ ആക്ഷം പിടിച്ച് ഇങ്ങനെ ചെന്നപ്പോഴേക്കും ആ കല്ല് കയ്യിൽ ഒട്ടിപ്പോയി. ആ കല്ല് കയ്യിൽ ഒട്ടിപ്പോയി. അതോടൊപ്പം അയാളുടെ കൈ ഇങ്ങനെ ആയിപ്പോയി, ആ കൈ പിന്നെ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ചേർത്ത് വെച്ച അവനെ നരകത്തിലേക്ക് കൊണ്ടുവരാം. കയ്യിൽ നിന്ന് കല്ല് പോകുന്നില്ല, അയാളുടെ കൈ അങ്ങോട്ട് കോച്ചിപ്പിടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങോട്ട് മസിൽ വെട്ടിക്കയറാം, അങ്ങനെ ആയിപ്പോയി. കല്ലെടുത്തിട്ട് എറിയാൻ പറ്റുന്നില്ല. അയാൾ തിരിച്ചു വന്നു. അപ്പോണ്ട് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ഞാൻ പോവാം. അങ്ങനെ അയാൾ കല്ലെടുത്ത് തല പൊട്ടിക്കാമെന്ന് പറഞ്ഞു പോയി. റസൂലുള്ളാഹി സുജൂദിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിലാണ്. കല്ലുമായി അയാൾ ചെന്നപ്പോ ആ പരിസരത്തെത്തിയപ്പോ വലീദ് ഇബ്നു മുഗീറയുടെ കണ്ണിന്റെ കാഴ്ച പോയി. അള്ളാഹു കണ്ണിന്റെ കാഴ്ച എടുത്ത് മാറ്റി. അപ്പൊ അയാൾക്ക് അവിടെയുള്ള ശബ്ദമൊക്കെ കേൾക്കാം, പക്ഷെ എവിടേക്കാ എറിയേണ്ടതെന്ന് കിട്ടുന്നില്ല. അയാൾ തിരിച്ചു വന്നു. അപ്പോഴുണ്ട് മൂന്നാമത്തെ ഒരാൾ, അയാളുടെ പേര് ചരിത്രത്തിൽ വല്ലാതെ കാണുന്നില്ല. അയാൾ പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും പറ്റിയില്ലല്ലോ, ഞാൻ പോകാന്ന് പറഞ്ഞ ആ കല്ലുമായി അയാൾ ചെന്നു. ആ ഖുറൈശി അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് അയാൾ തിരിഞ്ഞു ഓടേണ്ട വന്നു. അയാൾ ബോധം കെട്ട് വീണു. തിരിഞ്ഞ് പുറകോട്ടോടി ബോധം കെട്ട് വീണു. കുറെ നേരം കഴിഞ്ഞ അയാൾ അബൂജഹലിന്റെയും വലീദ് ഇബ്നു മുഗീറയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോയ പോലെയല്ല ഞാൻ പോയപ്പോ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണ്, പക്ഷേ അവിടെ ഒരു വലിയ കാളക്കൂറ്റൻ കാവല് നിൽക്കാണ്. ആ കാളക്കൂറ്റന്റെ വാലിങ്ങനെ ചുരുട്ടി മുന്നിലെ കാലുകൾ മണ്ണിലിട്ട് മാന്തി തല ഇങ്ങനെ ചുഴറ്റി കുലുക്കി അതിന്റെ നേരെ ഒരു ഗർജനത്തിന്റെ ശബ്ദവുമായി അതിങ്ങനെ ചാടി ചീറി അടുക്കുന്ന ഒരവസ്ഥയിൽ വായ പൊളിച്ചു വന്നപ്പോ ഞാൻ പിന്നോട്ട് ഓടേണ്ടി വന്നു. അതൊരു മലക്കായിരുന്നു, ഹബീബിന് കാവൽ നിന്ന മലക്കായിരിക്കാം.
പിന്നോട്ട് ഓടിയപ്പോ ഞാൻ വീണപ്പോൾ ഇത് വായ പൊളിച്ചു വന്ന കണ്ട് എന്നത് വിഴുങ്ങുമെന്ന ഭയത്താൽ ഞാൻ ബോധം കെട്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത്. എന്റെ ഈ ജീവിതാനുഭവത്തിൽ ഇത്രയും വലിയൊരു കാളക്കൂറ്റനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെയും മുഹമ്മദ് നബിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ ആ കാളക്കൂറ്റൻ മറയായി നിന്നു. വല്ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും ഞാൻ സത്യം ചെയ്ത് പറയട്ടെ അബൂജഹലേ, ലൗ ദനൗത്ത് മിൻഹു, ഞാനെങ്ങാനും ആ കാളക്കൂറ്റന്റെ സമീപത്തേക്ക് ചേർന്ന് നിന്നു പോയിരുന്നുവെങ്കിൽ ലഅകലനി, ആ കാളക്കൂറ്റൻ എന്നെ തിന്നുമായിരുന്നു. അത്രയും വലിയ കാളക്കൂറ്റൻ, ഭീകരജീവി. അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ അവരൊക്കെ ഭയന്നു പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദിന്റെ ആസ്വാദനം അത്ര മനോഹരമായിരുന്നു. ഇനി കേട്ടോളൂ, അള്ളാഹു പറയുന്നു, ഈ ഒരു രീതിയിൽ കഴുത്തിലേക്ക് വിലങ്ങ് വെക്കും. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലോ ഫഹിയ ഇലൽ അദ്ഖാൻ, കല്ലെറിയാൻ കയ്യ് പൊക്കിയ പോലെ കഴുത്തിലേക്ക് കയ്യിങ്ങനെ വെച്ചിട്ട് കഴുത്തിങ്ങനെ ഉയർന്നു പോകുന്ന വിധം കയ്യ് കഴുത്തിൽ വെച്ച് കെട്ടിയ ചങ്ങലയെ പൃഷ്ഠഭാഗത്ത് കൂടി കടത്തി വായിലൂടെ പുറത്തെടുത്ത് പിന്നെ ചുരുട്ടി അങ്ങനെ ആ നരകത്തിലേക്ക് അവരെ എറിയ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം സാവി ഈ വ്യാഖ്യാനം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആസ്വദിച്ചു സുജൂദ് ആസ്വദിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നു. സുജൂദ് ആസ്വദിച്ചു. കാണാമല്ലോ ചരിത്രം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഉർവത്ത് ബിൻ സുബൈർ എന്ന ഖജാ റളിയല്ലാഹു അൻഹു. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അസാബത് സഖഹുൽ അക്ല ഗർഗരീനൻ, മഹാനവറുകളുടെ കാലിൽ ഗാൻഗ്രീൻ എന്ന് പറയുന്ന ഒരു രോഗം വന്നു. ഗർഗരീനൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രോഗമാണ്. ആ രോഗം ഒരവയവം നിർജീവമായി ജീർണിച്ച് ചീഞ്ഞഴിഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വളരെ പഴുപ്പ് കയറിയ ഒരു വ്രണം. അതുപോലെ തന്നെ വിഷവ്രണം എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അദ്ദേഹത്തിന്റെ തണ്ടം കാലയിൽ വന്നു. മഹാനവറുകൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ ആ കാല് മുറിച്ചു കളയണം എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തെ ചികിത്സിച്ച വൈദ്യന്മാർ. എന്തുകൊണ്ട്? ഹിഫാദൻ അലാ ഹയാത്തിഹി, ആ ഭാഗം മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് ഈ വിഷവ്രണം ബാധിക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും എന്ന് ഡോക്ടർമാർ വിലയിരുത്തി. ചരിത്രത്തിൽ കാണാം, അങ്ങനെ ഇത്രയും വലിയ ഒരു ശരീരഭാഗം മുറിച്ചു മാറ്റാൻ, പച്ച ശരീരത്തിൽ കത്തിവെക്കാൻ എന്തായാലും അയാൾ സമ്മതിക്കില്ലല്ലോ. ഡോക്ടർമാര് ഒരു ഉപദേശമായി പറഞ്ഞു, ബിസുർബിൽ ഖംരി, നല്ലോണം കള്ളു കുടിച്ച് ബോധം പോവാ. കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാൻ വേണ്ടി കള്ളങ്ങോട്ട് കുടിച്ച് ബോധം കളയേ എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈറിനോട് റളിയല്ലാഹു അൻഹു ഈ ഡോക്ടർമാർ പറഞ്ഞു. മഹാനവറുകൾ അവരുടെ മുന്നിൽ ശക്തമായി പറഞ്ഞു, മാ കുന്തു ലഅസ്തഈനു അലാ ബലാഇല്ലാഹി അലാ മഅസിയതിഹി, അല്ലാഹു തന്നൊരു ബലാഇന്റെ പേരിൽ അല്ലാഹ്ക്ക് എതിര് കാണിച്ച് ഞാൻ അതിനൊരു പരിഹാരം കാണൂല, നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ പോയിക്കോ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷയുമില്ല. അവസാനം മഹാനവറുകൾ കുറെ ആലോചിച്ചു. അവരോട് പറഞ്ഞു, എന്റെ ബോധം പോവാനും എന്റെ പരിസര ബന്ധം എന്റെ മനസ്സിൽ നിന്ന് പോവാനും ഞാനൊരു അബോധാവസ്ഥയിൽ ലയിക്കുന്ന ഒരവസ്ഥ കിട്ടണേ, അതിന് മദ്യം കുടിക്കണമെന്നില്ലടോ. ഞാൻ നിസ്കരിക്കാൻ കയറുമ്പോണ്ടല്ലോ, മുറിക്കേണ്ട ശരീരഭാഗം നിങ്ങൾ മുറിച്ചോളൂ. ഞാൻ നിസ്കരിക്കാൻ സുജൂദിലേക്കൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് മുറിക്കാലോ. അപ്പോൾ തന്നെ നിസ്കരിക്കാൻ മഹാനവറുകൾ കയറി. മഹാനവറുകളുടെ നിസ്കാരത്തിന്റെ അതിശക്തമായ ഈ ഭയഭക്തി പ്രകടനത്തിൽ ലയനത്തിൽ
ലം യശ്ഉർ ബിഖത്ഇ സാഖിഹി, കാലിന്റെ തണ്ടങ്കാല് മുറിച്ചതും മുറിവേൽപ്പിച്ചത് മഹാനവറുകൾ അറിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞവരിലേക്ക് സലാം വീട്ടി തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ച എന്റെ കാല് മുറിച്ചില്ലേ? ആ കൂടിയ ഡോക്ടർമാരുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അനുഭവമായി അവർ പകച്ചുപോയി. സുജൂദിന്റെ ആസ്വാദനം ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് തീരുവിലെ ക്ലാസ് കുറച്ചും കൂടി പറയാനുണ്ട്, അടുത്ത ക്ലാസ് പറയാം. ഞാൻ അവസാനിപ്പിക്കുന്നു. സുജൂദിന്റെ ആസ്വാദനത്തിൽ പിന്നെ കാണാം ചരിത്രത്തിന്റെ ഒരു മഹാ ചർച്ചയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഫസജദ ഫമക്കുസ 40 ലൈലതൻ സാജിദ. ദാവൂദ് നബി സുജൂദ് ചെയ്താൽ 40 രാവാ ഒരു സുജൂദ് നീണ്ടുപോവാ, 40 രാവും 40 പകലും. ഹത്താ നബത الزرع من دموعه على رأسه. ദാവൂദ് നബി സുജൂദ് ചെയ്യുന്ന തലയുടെ ഭാഗത്ത് ആ കണ്ണുനീരിന്റെ ഉപ്പുരസത്തിൽ വലിയ വലിയ ചെടികളും മരങ്ങളും മുളച്ചുണ്ടാകുമായിരുന്നു. കാട്ടിലായിരിക്കും പിന്നെ സുജൂദ് അവസാനിക്ക. മണ്ണ് മാത്രമുള്ളടത്ത് പോയി സുജൂദ് ചെയ്യും. സുജൂദ് തീരുമ്പോ കാടായി മാറും. അത്രയും കണ്ണീരൊലിച്ചിറങ്ങും. ഇതൊന്നും സാങ്കല്പിക്കല്ലോ. ഇതൊക്കെ മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സംഭവം, ഈ ഹദീസ് പറയുന്നുണ്ട്. ഫഅക്കലത്തിൽ അർളു ജബീന. അങ്ങനെ നിലത്ത് മഹാനവറുകൾ നെറ്റി വെച്ച് മണ്ണ് പുരണ്ട് നെറ്റിയിലെ തൊലി പോകുമായിരുന്നു. അത്രയും സുജൂദിൽ കിടന്നു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. അതുകൊണ്ട് ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സുജൂദിന് കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് തിലാവത്തിന്റെ സുജൂദ് ഖുർആൻ ഓതുമ്പോ അതൊക്കെ വരുമ്പോ അത് ചെയ്യണം. ശുക്രിന്റെ സുജൂദ് ചെയ്യണം. അതേക്കുറിച്ചുള്ള ഒരു ഫിഖ്ഹിയായ ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ, അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. നീ തന്ന നിഅമത്തുകൾ ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങൾ, അബദ്ധ മരണങ്ങൾ കാക്കണേ അല്ലാ. ശരീരത്തിന്റെ ആരോഗ്യം മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ, ഇത് ഓൺലൈനിലും മറ്റുമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചറബേ, ദുആക്ക് ഇജാബത്തുള്ളവർ എന്ന പദവിയിൽ നിന്നും ഞങ്ങൾ താഴെ പോവല്ലേ അല്ലാ. ദുആ വസിയത്തെ ഏൽപ്പിച്ചവർ, അല്ലാഹുവേ, അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. മനസ്സിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളോടുകൂടെ ഇതിനു വേണ്ടി ഇതിൽ നിന്ന് ആമീൻ പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, നീ മനസ്സിന് സലാമത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ കൊണ്ടുള്ള സങ്കടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരല്ലേ അല്ലാ. പൊന്നാര മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ മക്കളെ കൊണ്ടുള്ള സന്തോഷം നീ എത്തിക്കണേ അല്ലാ. വിദേശത്തുള്ളവർക്ക് ഖൈർ നൽകുക അല്ലാ. വിദേശത്തുള്ളവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ബറക്കത്ത് കൊടുക്കുക അല്ലാ. പ്രതിസന്ധികളും പ്രതികൂലമായ അവസ്ഥകളും നീ തട്ടി മാറ്റണേ അല്ലാ. വാഹനാപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാ. ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ഈ പരിശുദ്ധമായ മാസത്തിൽ പലരുടെയും ആണ്ട് ദിവസങ്ങളാ, പ്രത്യേക
പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. പരിപൂർണ്ണ മഗ്ഫിറത്തും സ്വർഗത്തിന്റെ അതിമനോഹരമായ പ്രവേശവും നീ അവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാ. നാളുകളേറെയായി വിവാഹാലോചനയുമായി നടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് പണിതതിൽ കടബാധ്യത വന്നുകൂടിയവരുണ്ട്. അല്ലാഹുവേ, നീ കരകയറ്റണേ അല്ലാ. വീട് പണി പൂർത്തിയാക്കണേ അല്ലാ. വാടകക്ക് താമസിക്കുന്നവർക്ക് ഒരു തുണ്ട് മണ്ണ് വാങ്ങി വീട് വെക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ലോണിൽ കുടുങ്ങിയവരുണ്ട്, കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട്, പലിശയിൽ പെട്ടുപോയവരുണ്ട്. നീ കരകയറ്റണേ അല്ലാ. കടങ്ങളുള്ളവർക്ക് കടം കൊടുത്തത് നീയല്ലേ അല്ലാഹുവേ, അത് വേഗത്തിൽ വീട്ടാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. വസ്തുവകകൾ വിറ്റു പോവാൻ, അതുവഴി ഒരുപാട് ആവശ്യങ്ങൾ നിറവേറാൻ പലരും ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ ആ വസ്തുക്കൾ വിൽക്കാനും അതുവഴി നടക്കേണ്ട ആവശ്യം ഭംഗിയായി നടക്കാനും തൗഫീഖ് നൽകുക അല്ലാ. വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ ഭാഗ്യം നൽകുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ, നീ നിറവേറ്റി തരണേ അല്ലാ. മരണത്തിന് മുന്നേ നിന്റെ പരിശുദ്ധമായ 3 ഹറമുകളിലേക്ക് ആവർത്തിച്ച് യാത്ര പോകാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ആദരിച്ചവരെ പോലെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരുടെ സ്വഭാവം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കുക അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.